അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വയനാട് ചുരത്തുമല കാട്ടാന ഇറങ്ങി എന്നുള്ള വാർത്ത കേൾക്കാറുണ്ട്. ഇപ്പോൾ വഹാബി ഇറങ്ങി എന്നുള്ള വാർത്ത ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത്. വഹാബി ഇറങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സിറിയയിലേക്ക് ആട് മേക്കാൻ പോകുമ്പോൾ വഴിതെറ്റി വന്നതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പും ഇതുപോലെ കുറച്ച് ആളുകളൊക്കെ വയനാട് ചുരത്തുമല, നാടുകാണി ചുരത്തുമല ഒരു മക്കബറ ഉണ്ടാവും, ഇതിൻ്റെ ചുറ്റിപ്പറ്റിങ്ങനെ ഉണ്ടായിരുന്നു. തല പോയ തെങ്ങ് മാതിരി കുറച്ച് ആൾക്കാരിങ്ങനെ കറങ്ങണ കണ്ടപ്പോൾ നാട്ടുകാർക്ക് സംശയം കുടുങ്ങി. നോക്കിയപ്പോൾ ഈ സാധനങ്ങൾ ഖബർ സിയാറത്തിന് വന്നതല്ല, ഖബർ പൊളിക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നാട്ടുകാർ പഞ്ഞിക്കിട്ട് കൈയോടെ പിടിച്ചിട്ട് അവർ പോലീസിനെ ഏൽപ്പിച്ചു എന്നാണ് അന്ന് കേട്ട വാർത്ത ഉള്ളത്. അപ്പോൾ വഹാബികൾക്ക് മനസ്സിലായി ഖബർ പൊളിക്കാനിപ്പോൾ പറ്റിയൊരു സാഹചര്യം അല്ല എന്നുള്ളതും പഴയ പോലെ തന്നെ പഞ്ഞിക്കിടുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇവർ നേരെ എന്ത് ചെയ്തു, ഖബറിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിനെങ്ങനെയെങ്കിലൊക്കെ അവഹേളിക്കണം, പുച്ഛിക്കണം, സമൂഹത്തിലിങ്ങനെ അവഹേളിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നിട്ട് ആ ഖബറിൽ കിടക്കുന്ന മഹാൻ അവഹേളിക്കാനും മറ്റുള്ള ഖബറുകളൊക്കെ സിയാർത്ത് ചെയ്യുന്നതും ഇസ്തിഗാസ ചെയ്യുന്നതൊക്കെ ഷിർക്കാണ്, കുഫ്റാണ് എന്ന് പറയാൻ തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ ആയത്തുകൾ ഇങ്ങനെ ഓതിയ ആയത്തുകളൊക്കെ എന്താണ്, അള്ളാഹുവിന് പുറമെ ദൈവിക സങ്കല്പമായി മക്കയിലെ മുശ്രിക്കുകളായിരുന്ന ബഹുദൈവ ആരാധകരായിരുന്ന ആളുകൾ വിളിച്ചിരുന്ന ആ പ്രാർത്ഥനകൾ, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആ സ്വഭാവത്തെ, ആ ഷിർക്കിനെ എതിർത്ത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്തുകളൊക്കെയും സുന്നികൾക്കെതിരെ, ഇസ്തിഗാസക്കെതിരെയുള്ളതാണെന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ എങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ആ വഹാബി കുട്ടികളെന്ന് ചുരത്തിൻ്റെ മുകളിൽ ഓതി ഒരൊറ്റൊന്നും ഇസ്തിഗാസക്കെതിരല്ല, തവസ്സുലിനും എതിരല്ല. മറിച്ച് ദൈവിക സങ്കല്പമായി അള്ളാഹുവിന് പുറമേ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ദൈവങ്ങൾ, കുട്ടി ദൈവങ്ങൾ, ലാത്ത, ഉസ്സ, മനാത്ത പോലത്ത കല്ല് നിർമ്മിതമായ, ജമാത് കൊണ്ടുണ്ടാക്കിയ അസ്നാമുകളായ ഇതിനെതിരെ ഉള്ള ആയത്തുകളാണ് സുന്നികൾക്ക് മേലിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇന്ന് വരെ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരോട്, ഔലിയാക്കന്മാരോട് ഇസ്തിഗാസ ചെയ്യുന്നതിനെ എതിർത്തുകൊണ്ട് ഒരു ആയത്ത് കൊണ്ടുവരാൻ 100 വർഷം കഴിഞ്ഞ വഹാബിയുടെ തുടക്കകാലം മുതൽ ഇന്ന് വരെ തലകുത്തി മറിഞ്ഞിട്ടും ഒരു മൗലവിക്കും കഴിഞ്ഞിട്ടില്ല. കഴിയുമായിരുന്നെങ്കിൽ വെളിയങ്കോട്ടയ്ക്ക് ഉമ്മർ മൗലവിക്ക് കഴിയണമായിരുന്നു. അയാൾ പോലും അതിന് കഴിഞ്ഞിട്ടില്ല, തല കുത്തി മറിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഈ മൂക്കാത്ത 4 കുട്ടികൾ ചുരത്തുമ്മ കയറിയിട്ട് വായ തോന്നിയത് പറയുന്നത്. ആയത്തും ഹദീസൊക്കെ അവിടെ എടുക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. പക്ഷെ ആയത്തില്ലല്ലോ. അതിനേക്കാൾ കൂടുതലായി നമ്മൾ ചിന്തിക്കേണ്ടത് ഇവർക്ക് ഇതിനൊക്കെ പ്രചോദനം ലഭിച്ചത് എവിടുന്നാണ്. ഇവർ പറയുന്നത് ഞങ്ങൾ വഹാബികളാണെന്നുള്ള. ഈ വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കിയത് ആരാ? മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ഈ വഹാബി പ്രസ്ഥാനം ഇയാൾ ഉണ്ടാക്കുമ്പോൾ ഇയാളെക്കാളും 300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ മാസ്റ്ററായി അറിയപ്പെടുന്ന ഷെയ്ഖുൽ ഇസ്ലാം എന്നിവർ പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യാണ്. സാക്ഷാൽ ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ വിഷലിപ്തമായ ആശയങ്ങളെല്ലാം മാറ്റിയൂറ്റി കുപ്പിയിലാക്കി അത് അവതരിപ്പിക്കുക മാത്രമാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ചെയ്തത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വഹാബിയത്ത് അതിൻ്റെ മാസ്റ്റർ കോപ്പി എന്ന് പറയുന്നത് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യാണ്. ഈ ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഇവരുടെ നേതാവ്, ആ നേതാവിൻ്റെ ഖബർ ഒന്ന് കണ്ടു നോക്കൂ. ഖുർആനും ഹദീസും നന്നായി മനസ്സിലാക്കിയ, ഒരുപാട് കിതാബുകൾ എഴുതി എന്നിവർ പറയുന്ന, വലിയ പണ്ഡിതനാണ് എന്നിവർ ആവർത്തിച്ച് പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ഖബർ ഒന്ന് കണ്ടു നോക്കും. 6 അടി പൊക്കത്തിൽ ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇത് മുട്ടുകാലപ്പെന്ന് പുടുത്തം വിട്ടിട്ടുണ്ട് അല്ലേ? ഒരടിയേറെ കൂടുതലുണ്ടായിട്ട് പൊളിച്ചാന്നാണ് പറയുന്നത്. വഹാബി എന്ന് പൊളിക്കാൻ ചെല്ലേ. മുട്ടിൻ്റെ മേലെ പോയി പൊക്കളിൻ്റെ അടിക്ക് മുട്ടുപൊക്കളിൻ്റെ അരവയെ പൊക്കിയിട്ടാണ് ഇവർ പറയുന്നത് അനുയായികളെ സുന്നത്ത് ജമാഅത്തിൻ്റെ മഹാന്മാരാകുന്ന ഔലിയാക്കളുടെ ഖബർ പൊളിക്കണമെന്ന്. സ്വന്തം നേതാവിൻ്റെ ഖബർ അതുങ്ങൾ അത്ര ഉയർത്തി പൊക്കി വെച്ചുകണ്. ഇത് വിരോധാഭാസല്ലേ? സാക്ഷാൽ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഖബർ പൊക്കിയിട്ട് അനുയായികൾ പറയാണ് ബാക്കിയുള്ളവരെ ഖബറൊക്കെ പൊളിക്കണമോ. ഞങ്ങൾക്ക് സൗദി അറേബ്യൻ്റെ ഭരണം കിട്ടിയില്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഖുബ്ബത്തുൽ ഖദറാവ് അടിച്ചു തകർക്കുമെന്ന് പറഞ്ഞിരുന്നു വേറൊരു ബഹൻ മുമ്പ്. ഇന്ന് അയാൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇത് ഇവരുടെ അവസ്ഥ. സ്വന്തം നേതാവ് ഇങ്ങനെ, നേതാവിൻ്റെ ഖബർ അങ്ങനെ. ഇത് മാത്രമാണോ?
തബറുക്ക് നിഷേധികളാകുന്ന വഹാബികൾ, ആ വഹാബി നേതാവാകുന്ന ഇബ്നു തൈമിയ്യ മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിച്ച വെള്ളം പോലും തബറുക്കിന് വേണ്ടി മൂന്തിയ വിഭാഗ. ചരിത്രം പഠിക്കണം നമ്മൾ. ഇവരെ കൂസന്താടി മാത്രം കണ്ടാൽ പോരാ. വഹാബിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താന്ന് മനസ്സിലാക്കണം. അപ്പോൾ സ്വന്തം നേതാവിൻ്റെ കബറിൻ്റെ രൂപാപത്. എന്നിട്ടാണ് ഇവിടെ സുന്നികളുടെ കബറും മൗലിയാക്കളുടെ കബറും തകർക്കണമെന്ന് പറഞ്ഞു നടക്കണം. ഇനിയിപ്പോൾ ഇവരെ വേറെ ടീമുണ്ടല്ലോ, മതരാഷ്ട്രവാദത്തിൻ്റെ ആളുകൾ. മതരാഷ്ട്രവാദത്തിൻ്റെ നേതാവ് ആരാ? അബുൽ അല മൗദൂദി എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഖബറിൻ്റെ അവസ്ഥ എന്താണ്? വഹാബി നേതാവായ കെ ഉമർ മൗലവി തന്നെ ഓർമ്മയുടെ തീരത്ത് കയറിഞ്ഞ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ലാഹോറിൽ സാക്ഷാൽ അബുൽ അല മൗദൂദിയുടെ ഖബർ കാണാൻ പോയി എന്നും ആ ഖബറിനെ പൂവിട്ട് പൂജിക്കുന്ന രംഗമാണ് എന്നും അതും ഉയർത്തപ്പെട്ടതായി ജാരം കെട്ടിയ രൂപത്തിലാണ് ഉള്ളത് എന്ന് ആര് പറഞ്ഞു? ഖബർ പൊളിക്കാൻ വേണ്ടി ഇപ്പോൾ മലൻ്റെ മുകളിൽ കയറിയ നാടുകാണി മലയിലേക്ക് വന്ന് വീഡിയോ ചെയ്തില്ലേ, അവരുടെ നേതാവ് കെ ഉമർ മൗലവി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാണിത് ലാഹോറിൽ കാണുന്ന അബുൽ അല മൗദൂദിയുടെ ഖബർ. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിൻ്റെ ഖബറാണ് ഇത്രയും ഉയർത്തി. ഇവരാണ് ഇസ്തിരി ചുളിയാതെ അങ്ങനെ നെളിഞ്ഞു നിന്നിട്ട് പറയുന്നത് ഖബറുകളൊക്കെ ലയനത്തിൻ്റെ കേന്ദ്രമാണ്. സ്വന്തം നേതാവിൻ്റെ ഖബർ അത്ര ഉയരത്തിൽ പൊക്കിക്കണം മൗദൂദിയുടെ അനുയായികൾ. ആലോചിക്കണം നമ്മൾ. മറ്റേത് വഹാബികളുടെ നേതാവ്, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ്. അപ്പോൾ വഹാബിയുടെയും മൗദൂദിയുടെയും നേതാക്കന്മാരുടെ ഖബർ അത്ര ഉയർത്തി പൊക്കിയിട്ട് ഇവിടെ അനുയായികൾ പറയാണ് ഔലിയാക്കളുടെ ഖബറൊക്കെ തകർക്കണം, അതൊക്കെ ലയനത്തിൻ്റെ കേന്ദ്രമാണ്, അങ്ങോട്ട് പോകാനും പാടില്ല എന്ന്. ഇത് വിരോധാഭാസല്ലേ? ആയത്തോടെ കേൾക്കട്ടെ, ഹദീസോടെ കേൾക്കട്ടെ, അതൊക്കെ നിൽക്കുക, നമുക്ക് ചർച്ച ചെയ്യാം. പണ്ഡിതന്മാർ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിനേക്കാൾ ഉപരി നിങ്ങളെ സ്വന്തം നേതാക്കന്മാർ ചെയ്യുന്ന ഇതിനെതിരെയെങ്കിലും എന്തെങ്കിലും എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? അത് കഴിഞ്ഞിട്ട് പോരെ വേറുള്ളവൻ്റെ ഖബറിൻ്റെ നേരെ തിരിയാൻ? ഇതാണ് വ്യക്തിപരമായി എനിക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത്.